ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയിൽ വളരെയധികം ആളുകൾ വാങ്ങുന്ന ഒരു ഹാച്ച്ബാക്ക് കാറിനെ കുറിച്ചാണ്. അതാണ് മാരുതി ബാലേനോ. ബാലേനോ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് നല്ല മൈലേജ്, നല്ല ലുക്ക്, വിശ്വസിക്കാവുന്ന ബ്രാൻഡ് എന്നിവയാണ്. പക്ഷേ ഒരു വാഹനം വാങ്ങുമ്പോൾ നല്ല കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി എന്നില്ല. അതിന്റെ മോശം വശങ്ങളും അറിയേണ്ടത് വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ബാലേനോ നല്ല കാറാണോ അല്ലെങ്കിൽ മോശം കാറാണോ എന്നല്ല. ബാലേനോ വാങ്ങാൻ പോകുന്നവർ ഉറപ്പായും അറിയേണ്ട നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമാണ്. ഒന്നാമത്തെ നെഗറ്റീവ് ബിൽഡ് ക്വാളിറ്റി. ബാലേനോ കുറിച്ച് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പരാതി ബിൽഡ് ക്വാളിറ്റിയാണ്. കാറിന്റെ വാതിൽ അടക്കുമ്പോൾ ഭാരമുള്ള ഫീൽ പലർക്കും തോന്നാറില്ല. ബോഡി പാനലുകൾ അല്പം തിണ്ണയായതുപോലെ തോന്നാം. നഗരത്തിൽ ഓടിക്കുമ്പോൾ ഇത് വലിയ പ്രശ്നമല്ല, പക്ഷേ ഹൈവേയിൽ വേഗത കൂടുമ്പോൾ ചിലർക്ക് കുറച്ച് പേടി തോന്നാം. രണ്ടാമത്തെ നെഗറ്റീവ് സ്റ്റിയറിംഗ് ഫീൽ. നഗര ട്രാഫിക്കിൽ ബാലേനോ ഓടിക്കാൻ വളരെ എളുപ്പമാണ്. സ്റ്റിയറിംഗ് വളരെ സോഫ്റ്റ് ആണ്, പക്ഷേ വേഗത കൂടുമ്പോൾ സ്റ്റിയറിംഗ് ഫീൽ കുറവായി തോന്നും. 100 കിലോമീറ്റർ വേഗതയ്ക്ക് മുകളിൽ കാർ അല്പം ലഘുവായി തോന്നാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ നെഗറ്റീവ് എഞ്ചിൻ പ്രകടനം. ബാലേനോ എഞ്ചിൻ വിശ്വസിക്കാവുന്നതാണ്, മൈലേജ് നല്ലതാണ്, പക്ഷേ വേഗത്തിൽ പിടിപ്പുള്ള ഡ്രൈവിംഗ് ഇഷ്ടമുള്ളവർക്ക് ഈ കാർ ബോറിംഗായി തോന്നാം. ഓവർടേക്ക് ചെയ്യുമ്പോൾ വലിയ പവർ ഫീൽ കിട്ടില്ല. നാലാമത്തെ നെഗറ്റീവ് സസ്പെൻഷൻ. നഗര റോഡുകളിൽ കുഴികളും കട്ടുകളും ഉള്ളിടത്ത് ബാലേനോ കംഫർട്ട് നൽകും, പക്ഷേ കുടുംബത്തോടെ യാത്ര ചെയ്യുമ്പോൾ സാധനങ്ങൾ നിറച്ചാൽ പിന്നിലെ സസ്പെൻഷൻ സോഫ്റ്റായി തോന്നാം. വേഗത കൂടുമ്പോൾ കാറിന് ചാഞ്ചാട്ടം ഉണ്ടാകാം. അഞ്ചാമത്തെ നെഗറ്റീവ് ഉള്ളിലെ പ്ലാസ്റ്റിക് ഗുണമേന്മ. ആദ്യ കാഴ്ചയിൽ കാർ ഉള്ളിൽ പ്രീമിയം ലുക്കുണ്ട്, പക്ഷേ ചില ഭാഗങ്ങളിൽ പ്ലാസ്റ്റിക് സാധാരണ നിലവാരത്തിലാണ്. കാലം കഴിഞ്ഞാൽ ചെറിയ ശബ്ദ പ്രശ്നങ്ങൾ ചില ഉപയോക്താക്കൾ പറയുന്നുണ്ട്. ആറാമത്തെ നെഗറ്റീവ് ഡ്രൈവർ കേന്ദ്രീകൃത കാറല്ല. ബാലേനോ ഒരു കുടുംബ കാറാണ്. ഡ്രൈവിംഗിൽ രസം തേടുന്നവർക്ക് ഇത് പൂർണ്ണമായി സന്തോഷം നൽകണമെന്നില്ല. അവസാനമായി ഒരു കാര്യം വ്യക്തമായി പറയാം, ബാലേനോ ഒരു മോശം കാറല്ല. നല്ല മൈലേജ്, നഗര ഉപയോഗം, കുടുംബയാത്ര, കുറഞ്ഞ പരിപാലന ചെലവ് ഇവയാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ ബാലേനോ നല്ലൊരു തിരഞ്ഞെടുപ്പാണ്. പക്ഷേ സുരക്ഷ, ഡ്രൈവിംഗ് ഫീൽ, ഹൈവേ ആത്മവിശ്വാസം ഇവയാണ് പ്രധാനമെങ്കിൽ വാങ്ങുന്നതിന് മുമ്പ് 2 തവണ ചിന്തിക്കുക. വീഡിയോ അവസാനിപ്പിക്കുന്നത് ബാലേനോ വാങ്ങാൻ നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ കമന്റിൽ നിങ്ങളുടെ ഉപയോഗം പറയൂ. നഗരമാണോ, ഹൈവേ ആണോ, കുടുംബ ഉപയോഗമാണോ? അതനുസരിച്ച് ഏറ്റവും നല്ല കാറിനെ കുറിച്ച് അടുത്ത വീഡിയോ ഞാൻ ചെയ്യും. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, പങ്കുവെക്കൂ.